സ്വർഗ്ഗസ്ഥ പിതാവിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എൻ്റെ തന്നെ ഭാഗമായ ക്രിസ്തുവിൻ ശരീരത്തിലെ അവയവങ്ങളായ എല്ലാവരെയും അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ നാം സ്വർഗ്ഗസ്ഥ പിതാവുമായി ഒന്നാണ്. ഈ വർഷത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്, ഡിസംബർ 31. എത്ര ദിവസങ്ങൾ ദൈവം നമുക്ക് അനുവദിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയത്തില്ല. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അതൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ടെസ്റ്റിലാണ്. വി ആർ അണ്ടർ ടെസ്റ്റ്. എന്തിൻ്റെ ടെസ്റ്റാണ്? നമ്മൾ തുടർന്നുള്ള ഭൂമിയിൽ, ദൈവരാജ്യം വാഴുന്ന ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യരാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ട ടെസ്റ്റിലാണ് നമ്മളിപ്പോൾ. IELTS അല്ല, MBBS എൻട്രൻസ് അല്ല, BE എൻട്രൻസ് അല്ല. പകരം ദൈവത്തിന്റെ വചനം പറയുന്നു, ഇങ്ങനെ ചെയ്താൽ അവന്റെ രാജ്യത്തിലേക്കുള്ള എൻട്രൻസ് ഉണ്ടോ? അപ്പൊ എങ്ങോട്ടേക്കുള്ള എൻട്രൻസാ? ദൈവരാജ്യത്തിലേക്കുള്ള എൻട്രൻസ് ധാരാളമായി പ്രാപിക്കും. വി ആർ അണ്ടർ ടെസ്റ്റ്. എൻട്രൻസ് ടെസ്റ്റാ. അപ്പോ ടെസ്റ്റ് മറന്നുപോയ ഒരു കൂട്ടം ജനമാണ് നമ്മൾ. പകരം ടെസ്റ്റിന് വേണ്ടി നമുക്കൊരു ജേഴ്സി തന്നു. ആ ജേഴ്സിയാണ് മണ്ണുകൊണ്ടുള്ള ഈ ജേഴ്സി. ഉടുപ്പ്. ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ എല്ലാവർക്കും ജേഴ്സി കിട്ടല്ലോ ഓടുന്നേ. നമ്മൾ തെറ്റിദ്ധരിച്ചു, ഈ ജേഴ്സിക്ക് വേണ്ടി അങ്ങ് ജീവിച്ചേക്കാം, ഈ ജേഴ്സിക്ക് വേണ്ടി അങ്ങ് ജീവിച്ചേക്കാം. എന്നിട്ട് നമ്മൾ നല്ലൊരു പങ്കും എക്സെപ്റ്റ് എ ഫ്യൂ ഈ ജേഴ്സിക്ക് വേണ്ടി അങ്ങ് ജീവിക്കുക. ജേഴ്സിക്ക് ഒരു പേരിടണം. എന്ത് പേരിടണം? മേഴ്സി, മിനി, ജോൺ, ജെയിംസ് എന്നല്ല. ഈ ലോകം തരുന്ന പല പേരുകളുണ്ട്, പ്രൊഫഷൻസ്. ആ ജേഴ്സിക്ക് ആ പേരിടാൻ വേണ്ടി ഓടുക. അതിനു വേണ്ടിയുള്ള പഠിത്തവും ഓട്ടോ ഞാട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് തോറ്റുപോകും. കാരണം ടെസ്റ്റ് വേറെ ആയിപ്പോയി. അവസാന MBBS കോളേജിലേക്കുള്ള, BTech അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുന്നതല്ല ബൈബിൾ പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ അവന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾ ധാരാളമായി പ്രാപിക്കും. ജയിക്കുന്നവൻ കളക്ടറോ എഞ്ചിനീയറോ ഡോക്ടറൊന്നും അല്ല. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ഹല്ലേലൂയ. അപ്പൊ ഇപ്പോഴോ മനുഷ്യന്റെ മകൻ, മരിച്ചു പോകുന്ന മനുഷ്യന്റെ മകൻ. അപ്പൊ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഇത് ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം, നമ്മുടെ സഹോദരങ്ങൾ ധാരാളം പേർക്ക് ഇതിന് പറ്റിയിട്ടില്ല, അവർ കേട്ടിട്ടില്ല. പക്ഷേ ഈ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇത് കേട്ടിട്ടുണ്ട്. ഇത് കേട്ടിട്ട് നിങ്ങൾ ചെകിടന്മാരാകരുത്. ഇവിടെ കേട്ടത് വളരെ ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് അവനവന്റെ ജീവിതം നേടുവാൻ വേണ്ടി ഓടിക്കൊള്ളണം. ഹല്ലേലൂയ. നാം എല്ലാവരും കണക്ക് കൊടുക്കേണ്ടവരാ. ഒരല്പം മുമ്പ് കേട്ടില്ല ദേവദാസനോട്, നാം കണക്ക് കൊടുക്കേണ്ടവരാ. യേശുക്രിസ്തു കണക്ക് കൊടുക്കുന്ന രംഗം കണ്ടോ? നീ എന്നെ ഏൽപ്പിച്ചത് ഇത്ര പേരാ അല്ലേ? കണക്ക് കൊടുക്കുന്ന രംഗം കണ്ടോ? നീ എനിക്ക് തന്നിട്ടുള്ളവരൊക്കെ, അവരെ നീ ആകർഷിച്ച് നീ എൻ്റെ അടുക്ക കൊണ്ടുവരും. ഞാൻ അവർക്ക് എന്ത് കൊടുക്കാനാ നീ ഏൽപ്പിച്ചേക്കണേ? ഞാൻ അവർക്ക് നിന്റെ നാമം വെളിപ്പെടുത്തി കൊടുക്കുന്നു. നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നിന്റെ ഇഷ്ടം വെളിപ്പെടുത്തി കൊടുക്കുന്നു. കണ്ട കണക്ക് കൊടുക്കുന്നുണ്ട? ഈ കണക്കൊന്നും പറയാതെ അവസാനം നമ്മുടെ പല ആളുകളും അവസാനം അവിടെ കൊടുക്കുന്ന കണക്ക്, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതത്തെ പുറത്താക്കി, പ്രവചിച്ചു, കുറെ കണക്കും കൊണ്ട് അവിടെ ചെല്ലും. യേശുവിന്റെ മെത്തേഡ് മനസ്സിലാക്ക. നീ എനിക്ക് തന്നിട്ടുള്ളവർ. അപ്പോ വേറെ ആളുകളുടെ അടുക്കലേക്ക് ഓടണ്ട, നീ തന്നിട്ടുള്ളവരുടെ അടുക്കലേക്ക് നോക്കിയാൽ മതി. എല്ലാം ചെയ്യാൻ ദൈവം നമ്മളെ നിയമിച്ചാക്കിയിട്ടില്ല. നീ തന്നിട്ടുള്ളവർ. എൻ്റെ അർത്ഥം മൈ ഏരിയ ഓഫ് മാനേജ്മെന്റ്, നീ തന്നിട്ടുള്ള അത്രയും പേരുള്ള അവർക്ക് ഞാൻ നിന്റെ വചനം കൊടുത്തു, നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തി,
അവർ നിന്റേതായിരുന്നു. ഹല്ലേലൂയ. അല്ലാത്ത പലരും ഉണ്ട്. ശിഷ്യന്മാർ അവരെ ഓർത്ത് അങ്ങ് ബോധറിയോ, കർത്താവെ വിശ്വസിക്കുന്നില്ലല്ലോ, എങ്ങനെയെങ്കിലും ഒന്ന് വിശ്വസിപ്പിക്കണമല്ലോ. അവരെന്താ എതിർത്ത് പറയണേ? യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ പിതാവ് നട്ടിട്ടുള്ള ഒന്നും അല്ലേത്, പിന്നെ ഞാനെന്തിനാ ബോധറിയണേ? എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചവർക്ക് വേണ്ടി ഞാൻ കരുതിയ പോരെ. പിന്നെ ഇതൊക്കെ പിതാവ് വേരോടെ പിഴുത് കളയാൻ വേണ്ടി വച്ചേക്കണതാ. എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പിഴുതു പോകും. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ മഹാദയാൽ പിതാവ് നട്ടതായത് കൊണ്ട് സ്വർഗത്തിലെ പിതാവ് നമ്മളെ ക്രിസ്തുവിലേക്ക് ആകർഷിപ്പിച്ചു. ഹല്ലേലൂയ. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. പിതാവ് എലോൺ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അത്. ഹല്ലേലൂയ. ആ പ്രവൃത്തി കഴിഞ്ഞാലേ ക്രിസ്തുവിന്റെ പ്രവൃത്തി തുടങ്ങുന്നുള്ളൂ. അങ്ങനെയുള്ളവരെ ക്രിസ്തു പിതാവിന്റെ നാമം വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. അപ്പോ നാം എല്ലാവരും കണക്ക് കൊടുക്കേണ്ടവരാണ്. ദൈവദാസന്മാരായ വ്യക്തിത്വങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു. വിശ്വാസികളോട് പറയുകയാണ്, വിശ്വാസികളെ നിങ്ങൾ അവർക്ക് കീഴ്പ്പെട്ടിരിക്കുക. കാരണം അവർ നിങ്ങളെക്കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. അത് അവര് നിരങ്ങിക്കൊണ്ടല്ല ചെയ്യണ്ടേ, ഒരു സന്തോഷത്തോടെ ചെയ്യുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. അപ്പോ നമ്മളെല്ലാവരും കണക്ക് കൊടുക്കണം ജീവിതത്തിൽ. നേരത്തെ കേട്ടില്ലേ, നാം പറയുന്ന ഓരോ വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കണം. വാക്കിന് നമ്മളെ സൺഡേകളിൽ മനസ്സിലാക്കിക്കൊണ്ട സന്ദേശവും ഇത് തന്നെയാണല്ലേ. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന് പല ലേഖനങ്ങളിലും ദൈവത്തിന്റെ ദാസന്മാർ എഴുതിയിരിക്കുന്നത്? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? കാരണം ആത്മലോകത്തിലെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് അകത്ത് ദൈവം തന്നിട്ടുള്ളത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വാക്കിലൂടെയാണ്. വാക്കിലൂടെ. സ്പിരിച്വൽ ട്രാൻസാക്ഷൻസ്. നമുക്ക് ഫിസിക്കൽ ട്രാൻസാക്ഷനെ കുറിച്ച് അറിയാം. 5 കിലോ അരി വേണമെങ്കിൽ 5 കിലോ അരി തരുമ്പോൾ അതിന് ഈക്വലായിട്ടുള്ള കാണുന്ന കറൻസി കൊടുക്കണം. അതേപോലെ സ്പിരിച്വൽ ട്രാൻസാക്ഷൻസ്, ആത്മലോകത്ത് നിന്ന് ഭൗതിക ലോകത്തിലേക്കുള്ള വഴിയാണ് നമ്മുടെ വായ. ഇത് തിരിച്ചറിയണം. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കൂ, എന്തുകൊണ്ടാണ് ഈ വാക്കുകൾക്ക് ദൈവം കണക്ക് ചോദിക്കുന്നതെന്ന്? നമ്മൾ പണത്തിനല്ല കണക്ക് ചോദിക്കുന്നത്, വാക്കുകൾക്ക് കണക്ക് ചോദിക്കുന്നതിന്റെ കാരണം ആത്മലോകത്ത് നിന്ന് ഭൗതിക ലോകത്തേക്ക് വരുവാനുള്ള ചാനലുകളായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചാക്കി വെച്ചേക്കണേ. ആത്മലോകത്ത് നിന്ന് ഭൗതിക ലോകത്തിലേക്കുള്ള ആ വഴിയാണ് നമ്മുടെ വായ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിന്റെ വായിലെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വായിലെ വാക്കുകളാൽ നിന്നെ കുറ്റം വിധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മൾ 3 ജീവികളെ കുറിച്ച് പഠിച്ചു. ഓർക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, കേൾക്കാൻ വേഗതയുള്ളവരായിരിക്കണം, പക്ഷെ പറയാൻ താമസമുള്ളവരായിരിക്കണം. പിന്നെ കോപത്തിനും താമസമുള്ളവരായിരിക്കണം. നമ്മൾ അവിടെ പഠിച്ച 3 ജീവികളുടെ പേരെന്താ? ഒന്ന് മുയല്, പിന്നെ നാമ, പിന്നെ 3ാമത്തെ പേപ്പർ പുഴു. മുയൽ നല്ല സ്പീഡിലോടും അല്ലേ, അപ്പൊ കേൾക്കാൻ വേഗതയുള്ളവരായിരിക്കണം, പക്ഷെ തിരിച്ചു പറയാനോ? ചിലർ ഇങ്ങോട്ടേക്ക് പറഞ്ഞ് തീർന്നതിന് മുമ്പ് പറഞ്ഞ് കഴിയും അങ്ങോട്ട്. വലിയ പ്രശ്നമാട്ടോ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവർക്കാണ് എപ്പോഴും വിഷമം. അവിടെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, നാവിന്റെ വക്രതയോ മനോവസനം. എപ്പോഴും വ്യസന. എന്തേ കാര്യം? നാവ് സൂക്ഷിക്കാഞ്ഞിട്ടല്ലേ എൻ്റെ കുഞ്ഞ്? നാവ് സൂക്ഷിക്കാഞ്ഞിട്ടല്ലേ? പറയാൻ ആമയെ പോലെ ആയിരിക്കണം. താമസമുള്ളവരായിരിക്കണം. കോപത്തിനോ? കാരണം
കോപം ശ്രദ്ധിച്ചോളണം, കോപം ദൈവരാജ്യത്തെ തന്നെ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് കളയും. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിപ്പിക്കുന്നില്ല. കഴിഞ്ഞ സന്ദേശം നമ്മൾ ചിന്തിച്ചതാ, കേൾക്കാത്തവരത് പോയി കേൾക്കുക. ഇനി ഒരല്പസമയം കൊണ്ട്, ഒരല്പസമയമേ ഉള്ളൂ, നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കി ആത്മലോകത്ത് നിന്ന് ഭൗതിക ലോകത്തേക്ക് സ്പിരിറ്റുകൾ യാത്രയാകുന്നത് നമ്മുടെ വായിലൂടെയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വചനം പറയുന്നൊരു കാര്യമുണ്ട്, നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം. അതിൻ്റെ അർത്ഥം, നീ ഒന്നും മിണ്ടാതിരുന്നാ ഒരുപക്ഷെ സ്വർഗ്ഗത്തിൽ പോകുന്നു. നീ ഒന്നും മിണ്ടാതിരുന്നാ മതി. അനാവശ്യമായ സ്പിരിറ്റുകളെ നീ റിലീസ് ചെയ്യല്ലേ പുറത്തേക്ക്, റിലീസ് ചെയ്യല്ലേ പുറത്തേക്ക്, റിലീസ് ചെയ്യരുത്. നീ വാ തുറക്കുമ്പോ നിന്റെ അകത്തുള്ള ചീത്ത നിക്ഷേപമുണ്ട്. അകത്ത് ചീത്ത നിക്ഷേപം കിടക്കുക അകത്ത്. അത് കോപത്തോടെ ക്രോധത്തോടെയാണ് പറയണമെങ്കിൽ ആ ചീത്ത നിക്ഷേപം പുറത്തിറങ്ങും. ചീത്ത നിക്ഷേപം പുറത്തിറങ്ങുമ്പോൾ അതിലൂടെ 1, 2, 3 പിശാചും പുറത്തിറങ്ങും. ആ പിശാച് നിന്റെ ചുറ്റുവട്ടത്തുണ്ടാവും. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പറഞ്ഞ വാക്ക് കൊണ്ട് പിന്നെ കുറെ സമയത്തേക്കൊരു സുഖം ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില വാക്ക് പറഞ്ഞതിന് ശേഷം ഒരു സുഖം ഇല്ല, ഭയങ്കര വിഷമം പോലെ. അതിന് ബൈബിൾ പറഞ്ഞേ നാവിന്റെ വക്രത മനോവ്യസനമെന്ന്. അപ്പൊ നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല. ഇത് ഗേറ്റാ, ഈ സംഭവം ഗേറ്റാ. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇത് ഉപയോഗിക്കാൻ. ശരിക്കും റൈറ്റായിട്ട് ഉപയോഗിച്ചാലുണ്ടല്ലോ, ദൈവത്തിന്റെ വചനം പറയാണ്, നിന്റെ വായ് എൻ്റെ വായ് പോലെ ഇരിക്കും, ദൈവത്തിന്റെ വാ പോലെ ഇരിക്കും. കാരണം ദൈവത്തിന്റെ വായായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചാക്കി വെച്ചേക്കണേ. പക്ഷെ ഇന്നിപ്പോ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. കാരണം പിശാച് ഭയങ്കര തന്ത്രശാലിയാ. അവൻ നമ്മുടെ അകത്ത് ഒരു ചീത്ത നിക്ഷേപം കൊണ്ടങ്ങ് വെച്ചു. ഹവ പോയി പിശാചിനനുസരിച്ചപ്പോ, ആ ഹവയെ ആദം അനുസരിച്ചപ്പോ എന്തു പറ്റി? മാനവരാശിയുടെ മുഴുവൻ, അവരുടെ എല്ലാവരുടെ ഉള്ളിൽ ചീത്ത നിക്ഷേപം. ഇതാണ് സയന്റിസ്റ്റ് പോൾ കണ്ടുപിടിച്ചത്. അപ്പോസ്തലനായ പോൾ ഒരു സ്പിരിച്വൽ ഒരു ഡിസ്കവറി, പല ഡിസ്കവറി ചെയ്തതിൽ ഒന്നിതാണ്. അദ്ദേഹം പറയാണ്, നമ്മൾ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ആഗ്രഹിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നേ, ആഗ്രഹിക്കുന്ന തിന്മ ഞാൻ ചെയ്തു പോവുക. പിന്നെയാണ് അദ്ദേഹം സ്പിരിച്വൽ ഡിസ്കവറി കണ്ടത്. ഓഹോ, എങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ല. അപ്പൊ ഇത്രയും നാളെ ചെയ്യുന്നത് ഞാനാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ പറയണം അത് ഞാനല്ല എന്ന്. പിന്നെ എൻ്റെ കൂടെ ഒരു ഫോഴ്സ് ഉണ്ട്. എൻ്റെ കൂടെ, എൻ്റെ ഉള്ളിൽ പാപം സെറ്റ് ചെയ്തിരിക്കുക. എൻ്റെ അകത്ത് പാപം സെറ്റ് ചെയ്തിരിക്കുക. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതി നമ്മുടെ ഉള്ളിൽ സെറ്റ് ചെയ്യുന്നു. പക്ഷെ ആദം ഹവ്വ ദമ്പതികൾ പിശാചിനെ അനുസരിച്ചപ്പോൾ പാപകത്ത് സെറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ജഡത്തിൽ അത് സെറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ എൻ്റെ ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല എന്ന് ഞാൻ കാണുന്നു. നോ ഗുഡ് തിങ്സ് ഡോൾസ് ഇൻ മൈ ഫ്ലഷ്. ഒരു നന്മയും എൻ്റെ ജഡത്തിലില്ല. പിന്നെ അവിടെ എന്താ ഉള്ളത്? പാപം. ഇതാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ഇതാണ് മനുഷ്യന്റെ ഉള്ളിലെ ചീത്ത നിക്ഷേപം. ഇത് മനുഷ്യൻ വാ തുറക്കുമ്പോൾ ഇതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഇതാണ് പിശാചുമായിട്ട് കണക്ഷനാ. നരകത്താൽ അതിന് തീ പിടിക്കും. തീ പിടിച്ച ഒരു കൺട്രോളും ഇല്ല. പിന്നെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞതെന്ന് ഒരു കൺട്രോളും ഇല്ല. അപ്പനാണെന്നോ അമ്മയാണെന്നോ ഇത് മകനാണെന്നോ ജീവിത പങ്കാളിയാണെന്നോ ഒരു കൺട്രോളും ഇല്ല. മക്കളെ ശപിക്കുന്ന പിശാചി പിതാക്കന്മാരെ കണ്ടിട്ടുണ്ടോ? മാതാക്കന്മാരെ കണ്ടിട്ടുണ്ടോ? എന്താ ഈ പറഞ്ഞതെന്ന് പിന്നെ ഒരു പിടുത്തവും ഇല്ല. അകത്തുനിന്ന് കേറി വന്നിട്ട് വാക്കുകൾ ഇറങ്ങും. അതിലൂടെ സ്പിരിറ്റ് വെളിയിൽ ഇറങ്ങും. അമ്മയുടെ അപ്പൻ്റെ ഒക്കെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ നശിപ്പിക്കാൻ ആ സ്പിരിറ്റ് പോയി മക്കളെ നശിപ്പിച്ചിട്ട് വരും. അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കരുത്. കാരണം നമ്മുടെ വായുടെ പ്രത്യേകത മനസ്സിലാക്കുക. നമ്മൾ ആരുടെ മക്കളാ? ദൈവത്തിന്റെ മക്കളാ അല്ലേ? ദൈവം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ദൈവത്തിന്റെ പ്രവർത്തന രീതി എങ്ങനെയാ അറിയോ?
ദൈവം വെളിച്ചം ഉണ്ടാക്കിയത് എങ്ങനെയാ? ഒരു വലിയ അണക്കെട്ട് കെട്ടി, ആ അണക്കെട്ടിൽ വെള്ളം നിറച്ച് മഴ വരാൻ വേണ്ടി കാത്തിരുന്ന് മഴ വന്ന് അവസാനം ആ വെള്ളം ഇതാ ഇറക്കി വിട്ട് വലിയൊരു ജനറേറ്റർ തിരിപ്പിച്ച്, അങ്ങനെയൊക്കെയാണോ വെളിച്ചം ഉണ്ടാക്കിയേ? ദൈവം എങ്ങനെ വെളിച്ചം ഉണ്ടാക്കിയേ? വാക്കുകൊണ്ട് വെളിച്ചം ഉണ്ടാകട്ടെ. കണ്ടോ, വെളിച്ചം ഉണ്ടായി. നമ്മുടെ പേരെന്താ? ദൈവമക്കള് അല്ലേ? അപ്പൊ നമ്മളുടെ പ്രവർത്തന രീതി എന്തുവാ? അത് തന്നെയാ നമ്മുടെ പ്രവർത്തന രീതി. ഇതാ കർത്താവ് യേശു പറഞ്ഞേ, നീ വിശ്വസിച്ചുകൊണ്ട് ഈ അസാധ്യമായ മലയെ മാറില്ല ഇവിടുന്ന്, വിശ്വസിച്ചുകൊണ്ട് ഈ മല ഇവിടുന്ന് മാറിപ്പോകട്ടെ നീ കൽപ്പിച്ചാൽ അത് മാറിപ്പോകും. പക്ഷെ ഇന്ന് നീ കൽപ്പിച്ചിട്ട് നടക്കുന്നില്ല. എന്റെ കാരണം എന്ന് പറയുന്നത് നിന്റെ സിസ്റ്റം പിശാചി കറപ്റ്റ് ചെയ്തു കളഞ്ഞു. നിന്റെ സിസ്റ്റം തന്നെ പിശാചി കറപ്റ്റ് ചെയ്തു. എന്നാൽ നീ തിരിച്ചു വരണം. തിരിച്ചു വന്നാൽ ദൈവത്തിന്റെ വചനം പറഞ്ഞു, നീ അധമമായത് ഒഴിച്ച്, നിന്റെ വായിൽ നിന്ന് ചീത്ത നിക്ഷേപത്തിൽ നിന്ന് എടുക്കുന്നത് ഒഴിച്ചിട്ട് നീ ഉത്തമമായത് നീ സംസാരിച്ചാൽ നിന്റെ വായ എന്റെ വാ പോലെ ഇരിക്കും, ദൈവത്തിന്റെ വാ പോലെ ഇരിക്കുമെന്ന്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആ ഒരു തലത്തിലേക്ക് വരണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ നാവിലൂടെ നാം എടുക്കുന്ന ചീത്തയായ നിക്ഷേപം, നമ്മുടെ ഉള്ളിലുള്ള ചീത്ത നിക്ഷേപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുറത്തേക്ക് എടുക്കരുത്. ക്രിസ്ത്യാനിരൂപതയിലേക്ക് നമ്മൾ വളരുമ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ് ഈ പറയുന്ന പലതും. Oh Father, we thank you, give you glory. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് ശബ്ദമുയർത്തി വായിക്കാം. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ ഞാൻ കള്ളനെ പോലെ വരും. ശ്രദ്ധിച്ചേ, ഇത് പറയാണ്, മഹാസർപ്പത്തിന്റെ വായിൽ നിന്ന്, മൃഗത്തിന്റെ വായിൽ നിന്ന്, കള്ളപ്രവാചകന്റെ വായിൽ നിന്ന് തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു. അപ്പൊ അശുദ്ധാത്മാക്കൾ പുറപ്പെടുക എവിടെന്നാ? വായിന്ന. മന്ത്രവാദികൾ മന്ത്രം ചൊല്ലുമ്പോ അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് വായിലൂടെയാണ്. വായിൽ നിന്ന് പറഞ്ഞു വായിലൂടെയാണ്. വായിലൂടെ അത് പുറപ്പെട്ടെന്തിനാ? രാജാക്കന്മാർ യുദ്ധത്തിന് കൂട്ടിക്കൊണ്ട് വരുത്താനാ. മന്ത്രവാദികൾ മന്ത്രം ചൊല്ലുന്നത് പലതും എന്തിനാ? ആ സഹോദരി പോയി മന്ത്രം ചൊല്ലിച്ചു. എന്തിനാണ്? എൻ്റെ സഹോദരന്റെ മോളുടെ കല്യാണം നടക്കരുത്. ഓരോ കാര്യസാധ്യത്തിനാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് പുറത്തിറങ്ങുന്നത്. എൻ്റെ ആങ്ങളുടെ ബിസിനസ് തകരണം. ഇത് രാജാക്കന്മാർ യുദ്ധത്തിന് കൂട്ടിക്കൊണ്ടു വരാനും വേണ്ടിയാണ് ആ അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടേക്കണേ. ഇതേപോലെ പലതിനും വേണ്ടി സ്പിരിറ്റുകളെ അയക്കും. സാധാരണ. പക്ഷെ ദൈവമക്കൾക്ക് അതിലൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. ദൈവമക്കളുടെ പ്രത്യേകത അവർ N2023 23 ആണ്. നമ്പേഴ്സ് 23 ആ N23 നിൽക്കുന്നവർക്ക് ഇതൊന്നും ഭയപ്പെടാനില്ല. അല്ലെങ്കിൽ 1 യോഹന്നാൻ 5:18 നിൽക്കുന്നവർക്ക് ഇതൊന്നും ഭയപ്പെടാനില്ല. ലോകം പലതും അയക്കും, പല ഗുണ്ടകളെ അയക്കും. പക്ഷെ നമ്മുടെ കൂടെയുള്ള അതിനേക്കാൾ ശക്തമായ സേനയാണെന്നുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കാനില്ല. ഹല്ലേലൂയ. അവരെനിക്കെതിരെ അങ്ങനെ ചെയ്തു, ഇവരെനിക്കെതിരെ ഇങ്ങനെ ചെയ്തു. ഹല്ലേലൂയ. ഒന്നും സംഭവിക്കുന്നില്ല. എന്നെ ശപിച്ചിട്ടുള്ളവരുണ്ട്.
അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓ ഈ വ്യക്തി എന്നെ ശപിച്ചല്ലോ, ഉടനെ ദൈവം എന്നെ അകത്ത് പറഞ്ഞ സംഭവം എന്നാന്നറിയാം, സാക്ഷാൽ ഇസ്രായേലിന് മന്ത്രവാദമോ കൂടോത്രമോ ഒരു ശാപവും ഏക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു ശാപവും ഏക്കത്തില്ല. ദൈവത്തിന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ശാപത്തിലൂടെ റിലീസ് ചെയ്ത് എന്തുവാ? ദുഷ്ടനെയല്ല റിലീസ് ചെയ്തേ. ഹല്ലേലൂയ. നമ്മളെ തന്നെ സൂക്ഷിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ദുഷ്ടൻ നമ്മളെ തൊടത്തില്ല. പകരം തൊടാൻ വേണ്ടി അടുത്ത് വരും, അടുക്കാൻ പറ്റത്തില്ല. കാരണം ദൈവസാന്നിധ്യം നമ്മളില്. അവൻ തിരിച്ചുപോയി അയച്ചവനെ തട്ടിയിട്ട് പോരും. സംഖ്യാപുസ്തകം 23:23 വായിച്ച്. Numbers 23:23. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. ശ്രദ്ധിച്ചേ, ആഭിചാരം, മന്ത്രവാദം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ഹല്ലേലൂയ. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ ഈ 2023 കഴിയാൻ പോവാ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വായിലൂടെ നിങ്ങൾ റിലീസ് ചെയ്തു, മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ റിലീസ് ചെയ്തു. നമുക്കെതിരെ നമ്മളെ ദ്രോഹിക്കും, നമ്മളും നമ്മളെ ദ്രോഹിക്കും. നമ്മുടെ ശരീരത്തിലുള്ള നല്ലൊരു പങ്ക് രോഗങ്ങളും നല്ലൊരു പങ്ക് വേദനയും നമ്മളെ ദ്രോഹിക്കുന്നതാണ്. ഒരു മന്ത്രവാദം ചൊല്ലി ആരെങ്കിലും പറഞ്ഞ് പൈസ കൊടുത്തിട്ട് മന്ത്രവാദം ചൊല്ലി ഇതാ ഒരു സ്പിരിറ്റിനെ അയക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ദ്രോഹിക്കുക. പക്ഷെ നമ്മൾ അരുതാത്ത നമ്മുടെ വാ കൊണ്ട് പറയുമ്പോൾ നമ്മളെ ദ്രോഹിക്കുക. പഴയ നിയമത്തിലൊരു വേർഡുണ്ട് 56. ഈ 56 ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കണേ. എക്ലീസിയാസ്റ്റസ് chapter 5 verse 6. യേശുക്രിസ്തു എടുത്തോളണം കേട്ടോ, സഭാപ്രസംഗി. യേശുക്രിസ്തു ഇത് മത്തായി 15 അധ്യായത്തിൽ വേറെ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ നല്ലൊരു പങ്ക് വേദനകളും വിഷയങ്ങളും രോഗങ്ങളും ഒഴിവാക്കാം. യേശുക്രിസ്തു പറഞ്ഞ രംഗം ഇതാണ്. 56, വയനാട്ടിൽ 53 സ്ഥലമുണ്ട് തോന്നുന്നു അല്ലേ? അപ്പൊ ഇത് 56. ശ്രദ്ധിച്ചേ, യേശുക്രിസ്തു ഇത് വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് വായിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം. യേശുക്രിസ്തു പറഞ്ഞ എങ്ങനെയാണ്? ഞാൻ എൻ്റെ ഭാഷയിൽ പറയുമ്പോൾ, നീ കഴിക്കുന്ന പുട്ടിഡ്ഡലി ചപ്പാത്തി അല്ല നിന്നെ അശുദ്ധമാക്കുന്നത്, പിന്നെ നിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുമാണ് നിന്നെ അശുദ്ധമാക്കുന്നത്. നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക്, ആ വാക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നീ അശുദ്ധമാകും. വാക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നീ അശുദ്ധമാകും. ഇത് സഭാപ്രസംഗം ഒന്ന് വായിച്ച്. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. നീ എന്തിനാ നിന്റെ ദേഹത്തെ തന്നെ ഉപദ്രവിക്കണേ? അതെങ്ങനെയാ? ആവശ്യമില്ലാത്തതങ്ങ് പറയും. ചീത്ത നിക്ഷേപത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കൊടുക്കും. ചീത്ത നിക്ഷേപത്തിന് എടുക്കരുത്. അത് ചീത്ത മനുഷ്യനാ ചീത്ത നിക്ഷേപത്തിൽ നിന്ന് എടുക്കുന്നത്. അതെടുത്ത് പുറത്തേക്ക് കൊടുത്തു കഴിയുമ്പോൾ നീ അശുദ്ധമാകും. അതിനും പറയും. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരീരം സൂക്ഷിക്കാതിരുന്ന രോഗം വരും. പക്ഷേ പല രോഗങ്ങളും, നല്ലൊരു പങ്ക് രോഗങ്ങളും നമ്മൾ വായ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് ദേഹം അശുദ്ധമാകുക. ഇതാണ് പറയുന്നത്. നീ നിന്റെ വായ സൂക്ഷിക്കുന്നില്ല, സൂക്ഷിക്കാത്തത് കൊണ്ട് അത് ദേഹത്തിന് പാപകാരണമായി തീരുന്നു. എന്നിട്ട് പറയാണ്, അബ്ദവശാൽ വന്നുപോയെന്ന് നീ ആത്മലോകത്ത് പറയരുത്.
നീ ദൂതന്റെ മുമ്പാകെ മിണ്ടരുത്, അബ്ദവശാ പറ്റിപ്പോയെന്ന്. സൂക്ഷിക്കണം, കണക്ക് കൊടുക്കണം. നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കിന് കണക്ക് കൊടുക്കണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 15 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് ഇത് വേറെ ഒരു രൂപത്തിലാണ് കർത്താവ് അവിടെ ഇത് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 15 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് അവിടെ പറയുന്ന രംഗം എന്ന് പറയുന്നത്, ഇതാ നീ കഴുകാത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞത് കൊണ്ടല്ല, അതുകൊണ്ടല്ല ഒരുത്തൻ അശുദ്ധമാകുന്നേ. ഹല്ലേലൂയ. അതിന്റെ 15:16 മുതൽ വായിച്ച് അവിടെ പറയാണ്, നിങ്ങൾ ഇന്നുവരെ ബോധമില്ലാത്തവരോ. നിങ്ങളും ഇന്നുവരെ ബോധമില്ലാത്തവരോ, വായ്ക്കകത്ത് കടക്കുന്നത് എല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. ശ്രദ്ധിച്ചേ. അപ്പോ വായിലൂടെ പോകുന്നത്, നിങ്ങൾ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അത് ആമാശയത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഹൃദയത്തിൽ നിന്ന്, നമ്മളുടെ ആത്മലോകത്ത് നിന്ന് നമ്മുടെ വായിലൂടെ വാക്കുകൾ പുറത്തിറങ്ങുമ്പോൾ അതിലൂടെ സ്പിരിറ്റുകൾ ഇറങ്ങും. ദുഷ്ടനിക്ഷേപത്തിൽ നിന്ന് എടുത്താൽ പിശാചിന്റെ ആത്മാവ് ഇറങ്ങും. നല്ല നിക്ഷേപത്തിൽ നിന്ന് എടുത്താൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങും. കാരണം നമ്മൾ സ്പിരിറ്റുകൾക്ക് ഭൂമിയിലേക്കുള്ള, ലോകത്തിലേക്കുള്ള വഴിയാ. ഇത് തിരിച്ചറിയണം, ഇത് തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ അകത്തുനിന്ന് ചീത്ത നിക്ഷേപത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൂടെ എടുക്കുന്നല്ലേ, വായിലൂടെ എടുക്കുന്നേ, ആ പോകുന്ന മണ്ഡലം അശുദ്ധമാകും. കഴിഞ്ഞ ദിവസം ഞാൻ പ്രിയ സഹോദരങ്ങൾ, ഈ റൂം കുറച്ച് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ ഒരു ഭാഗം റിപ്പയറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ അത് ഒക്കെ കുറേ പൊളിക്കാനുള്ളതൊക്കെ പൊളിച്ചു, അതൊക്കെ റീസ്ട്രക്ചർ ചെയ്തു. അതിനുശേഷം അവർ ക്ലീൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ പോയപ്പോൾ എല്ലാം നല്ല ക്ലീനാണ്. പക്ഷെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ മൊത്തം സിമെൻ്റ് എല്ലാം ഇവിടെയൊക്കെ അത് നിറഞ്ഞു കിടക്കുക. ഞാൻ നോക്കുമ്പോൾ ഇവിടെയൊക്കെ പാദങ്ങളാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ ആരെങ്കിലും കയറി ഇറങ്ങിയാൽ ഇവിടെ മുഴുവൻ ചീത്തയാവും. പുറമേ ഉള്ളവർ ഇവിടെ തുടയ്ക്കും, പക്ഷെ ആ റൂമിൽ കയറി ഇറങ്ങിയ ഉടനെ ഇവിടെയൊക്കെ ചീത്തയാവും. ഇതേപോലെയാണ് നമ്മുടെ ഉള്ളിലെ റൂം. മനസ്സിലായോ? ആ ജഡത്തിന്റെ ആ പെട്ടി ഉണ്ടല്ല, ആ പെട്ടിന്ന് വാക്ക് പുറത്തേക്ക് എടുത്താൽ നമ്മുടെ ശരീരം മുഴുവൻ ചീത്തയാവും. ഇവിടുത്തെ കിട്ടിയ ഇതാണ് കർത്താവിന്റെ വചനം പറയുന്നേ. അവിടെ നിന്നൊന്നും എടുക്കല്ലേ, നിന്റെ ചീത്ത നിക്ഷേപത്തിൽ നിന്നൊന്നും എടുക്കല്ലേ. അത് നിന്റെ ദേഹം മുഴുവൻ അശുദ്ധമാകും. എൻ്റെ മക്കളെ ഇനി ഒന്ന് ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഒരു വേദന അവിടെ തുടങ്ങുമ്പോഴും ഇവിടെ തുടങ്ങുമ്പോഴും അതിനു മുമ്പ് ഒന്ന് ശ്രദ്ധിച്ചേ, ഞാൻ എന്തെങ്കിലും അവിടെ നിന്ന് അശുദ്ധ നിക്ഷേപത്തിൽ നിന്ന് എന്തെങ്കിലും പുറത്തെടുത്തായിരുന്നോ എന്ന് അവനവനെ തന്നെ ഒന്ന് പരിശോധിക്കുക. ഹല്ലേലൂയ. നമ്മളെന്ന് പറയുന്നത് എക്സിറ്റാ. ഇതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞു, എൻ്റെ വാക്കുകൾ ചുമ്മാ വാക്കുകളല്ല, എൻ്റെ വാക്കുകൾ ആത്മാവാണ്, അത് ജീവൻ തരുന്നു. വാക്കുകളിലാണ് ആത്മാവ് സഞ്ചരിക്കുന്നത്. മന്ത്രവാദികളുടെ വാക്കുകളിലെ പിശാച് സഞ്ചരിക്കുന്നു. ക്രിസ്തുവിന്റെ മക്കളുടെയും വാക്കുകളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് സഞ്ചരിക്കുന്നു. നമ്മൾ ആത്മലോകത്ത് നിന്ന് ഭൗതിക ലോകത്തിലേക്കുള്ള വാതിലുകളാണ്. ഹല്ലേലൂയ. നമ്മളെ കാണുന്ന, നമ്മുടെ വാക്ക് കേൾക്കുന്നവൻ ദൈവത്തെ കാണണം, ദൈവത്തെ കേൾക്കണം. അതാണ് പിശാചിനെ അല്ല കേൾക്കേണ്ടതും കാണേണ്ടതും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സമയത്തിന്റെ കുറവ് മൂലം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കട്ടെ. നമ്മളെ ഉപദ്രവിച്ചതും മറ്റുള്ളവർ ശാപവാക്കുകളിലൂടെ നമ്മളെ ഉപദ്രവിച്ചതും ഒക്കെ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടാകാം. ഹല്ലേലൂയ. ഇപ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇനി നമ്മളെ ഉപദ്രവിക്കത്തില്ല എന്നൊരു തീരുമാനം എടുക്കണം. ചീത്ത നിക്ഷേപത്തിൽ നിന്ന് ഒന്നും എടുക്കരുത്. അബ്ദവശാൽ വന്നുപോയെന്ന് ദൈവദൂതന്റെ മുമ്പാകെ പറയുകയും അരുത്. കാരണം നമ്മളാണ് ഇതിന്റെ കസ്റ്റോഡിയൻസ്. താക്കോലുകൾ നമ്മുടെ കയ്യിലാണ്. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുക. അപ്പോ റൈറ്റ് ആയിട്ടുള്ളത് മാത്രമേ പുറത്തേക്ക് എടുത്തിടാൻ പാടുള്ളൂ, അല്ലാത്തത് എടുക്കരുത്. ഒരു മനുഷ്യനെ പണിയുന്നത് വേണം ഇടാൻ. പണിയാത്ത അനേകം നമ്മുടെ കയ്യിലുണ്ട്.
കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു മനുഷ്യനെ ഇന്നലെ നിങ്ങളോട് പറഞ്ഞേ, ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ നോക്കട്ടെ, നിങ്ങൾ മറക്കരുത്. ഒരു മനുഷ്യനിൽ നല്ല ഭാഗമുണ്ട്, ചീത്ത ഭാഗമുണ്ട്. കഴിഞ്ഞ സന്ദേശങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു മനുഷ്യനെ കാണിച്ചത് ഒരു റോസാപ്പൂ നല്ല കാണാൻ ഭംഗിയാണ്, നല്ല സുഗന്ധമാണ് ഒക്കെയാ അല്ലേ, അത് കാണുമ്പോൾ തന്നെ സുഖം. പക്ഷെ അതിന്റെ താഴേക്കോ ഒരു സ്റ്റെം ഉണ്ട് അല്ലേ, അതിൽ മുള്ളുകളുണ്ട്. ഇതേപോലെയാണ് നമ്മൾ. അപ്പോൾ ആ മുള്ളിന്റെ ഭാഗം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, പല ദോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പൊ ഈ രണ്ട് ഭാഗം നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ ഫാദർ വി താങ്ക് യു. Oh Lord, I love you. നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിക്കുക. ഒരു മനുഷ്യനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ, അയാൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ അങ്ങനെ പറഞ്ഞു, പിന്നെ പറയൂലേ. കാരണം ഈ ഒരു മനുഷ്യനെ കാണണം, അയാൾ അങ്ങനെ പറഞ്ഞേക്കണം ബ്രദർ, ഇയാൾ ഇങ്ങനെ പറഞ്ഞേക്കണം. നമ്മൾ ഇതുപോലെ തന്നെയാ. നമുക്ക് രണ്ട് ഭാഗമുണ്ട്. ഇത് കണ്ടോ, രണ്ട് ഭാഗങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒരു മനുഷ്യന്റെ രണ്ട് ഭാഗങ്ങളാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. ആ റോസാപ്പൂ നോക്കിയേ, ആ റോസാപ്പൂല് അത് കാണുന്നത് ദ ടു നേച്ചർ ഇൻ എ പേഴ്സൺ. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ഉള്ളിലെ രണ്ട് നേച്ചറുകളാണ്. ഒന്ന്, ഒരു ഗ്രീൻ കളർ റൗണ്ടിൽ ഇട്ടിരിക്കുന്ന ഭാഗം കണ്ടോ, ഗ്രീൻ കളർ റൗണ്ടിൽ ഇട്ടിരിക്കുന്ന ഭാഗം, ഇത് ആ റോസാപ്പൂ. ഇത് നല്ല പരിമളം കൊടുക്കുന്നതാണ്. ഇത് ആ മനുഷ്യന്റെ ഉള്ളിൽ നല്ല നിക്ഷേപമാണ്. പലപ്പോഴും പല മനുഷ്യരുടെ ഉള്ളിൽ നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതാ വിശുദ്ധ പൗലോസും പറയുന്നേ, എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കുന്ന തിന്മ ഞാൻ ചെയ്തു പോകുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് ഈ രണ്ട് നേച്ചർ. ഇതേപോലെ മനസ്സിലാക്കുക, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും രണ്ട് നേച്ചർ കാണാം. പാപത്തിലേക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന ഒരു സ്വഭാവം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. അത് ചിലർ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കുക അവരുടേതായ കൺട്രോൾ അനുസരിച്ച്. എന്നാൽ അപ്പോൾ തന്നെ നമ്മളിൽ നല്ല സ്വഭാവവും ഉണ്ട്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി വേണം ഒരു മനുഷ്യനെ ഹാൻഡിൽ ചെയ്യാൻ. ഒരു മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും അയാൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല, പക്ഷെ ചില സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് അവളിൽ നിന്ന് നന്മ വരുന്നത് കാണാം. അപ്പൊ നമ്മൾ എവിടെ പിടിക്കണം? ആ മുള്ളുള്ള ഭാഗത്ത് കയറി പിടിക്കരുത്, നമ്മുടെ കൈ മുറിയും. ഇപ്പൊ പറയും, അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞു, ഇയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു. അത് മാത്രം കാണരുത്, ആ മനുഷ്യരിൽ നല്ല ഭാഗവും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. ഇന്നലെ നിങ്ങൾ കേട്ടതുപോലെ യേശു ക്രിസ്തു ആ ക്രൂശിലെ കള്ളൻ അതുവരെയും തിന്മയെ ചെയ്തിട്ടുള്ളൂ, പലരെയും കൊന്നിട്ടുണ്ടാകാം, പക്ഷെ അപ്പ അവൻ പറഞ്ഞൊരു നല്ല വേട്, എന്നെയും കൂടെ ഓർക്കണമേ. ആ വാക്കിൽ യേശു പിടിച്ച് അവനെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇതുപോലെ നമ്മളെയും കാണണം, മറ്റുള്ളവരെയും കാണണം. പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഇതാ ഈ ചീത്ത നിക്ഷേപത്തിൽ നിന്ന് നമ്മൾ എടുക്കരുതെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അശുദ്ധം ആകും. നമ്മുടെ ദേഹം പാപം കാരണമായി തീരും. അതുകൊണ്ട് വാക്കുകളെ കുറിച്ച് എപ്പോൾ ശ്രദ്ധിക്കുക, വാക്കുകളിലൂടെ നന്മ കൊടുക്കുക. ദൈവത്തിന്റെ കൃപ നിന്നോട് കൂടെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ ധൈര്യവും സ്നേഹവും സുബോധവും ഒക്കെ നിനക്കുണ്ടാകട്ടെ. പക്ഷെ അത് നമുക്കൊരാൾക്ക് കൊടുക്കണമെങ്കിൽ ആദ്യം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ഏതെങ്കിലും ഭവനത്തിൽ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ആ ഭവനത്തിന് സമാധാനം കൽപ്പിക്കുക. കാരണം നമ്മുടെ ദൈവത്തിന്റെ പേരെന്താ? സമാധാനത്തിന്റെ ദൈവം. ആ ദൈവം അയച്ച ദൈവത്തിന്റെ പുത്രൻ എന്നാ പറയണേ? ആ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഹല്ലേലൂയ. അത് കിട്ടിയാൽ നമുക്ക് മറ്റുള്ളവർക്കും അതേ സമാധാനം കൊടുക്കാം. ഹല്ലേലൂയ. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ അത് അവന് ലഭിക്കും, ഇല്ല എങ്കിലോ അവർക്ക് കിട്ടത്തില്ല.
അപ്പോൾ കുഞ്ഞുങ്ങളെ, ദൈവം പ്രവർത്തിക്കുന്ന മെത്തേഡിൽ നമ്മളും പ്രവർത്തിക്കുന്നവർ ആയി തീരണം. കേട്ട വചനത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഓരോ നിമിഷവും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആത്മാവിന്, നമ്മുടെ സോളിൻ്റെ ആ രക്ഷയും നമുക്ക് ലഭിക്കും. ഇപ്പോൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ശരീരം അയ്യോ 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 എന്ന് പറഞ്ഞ് രോഗം ആയിരിക്കുന്ന അവസ്ഥയിൽ ധാരാളമായിട്ട് നമുക്ക് കുറയ്ക്കുവാനായിട്ട് കഴിയും. നമ്മുടെ നാവിനെ ഒന്ന് നിയന്ത്രിച്ചാൽ മതി. ഹല്ലേലൂയ. നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം, അതിൻ്റെ വക്രതയോ മനോവസനം. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാവർക്കും എഴുന്നേൽക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഓ ഫാദർ, വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി. ദൈവസന്നിധിയിൽ ലോർഡ്, ഐ ലവ് യു. ആളെ മാറ്റുന്ന ദൈവസന്നിധിയിൽ ഓരോ നിമിഷവും മനുഷ്യനിൽ നിന്ന്, വീണുപോയ മനുഷ്യനിൽ നിന്ന് യേശുക്രിസ്തുവിനാൽ ദൈവപുത്രന്മാരായ തലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ മാറ്റിയിരിക്കുക. കർത്താവേ, അങ്ങ് തന്ന വചനത്തിനായി നന്ദി. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടവരാണ് എന്ന് അങ്ങ് ഞങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ വായിലൂടെ പറഞ്ഞ ഓരോ നിസാര വാക്കിനും കണക്ക് കൊടുക്കണമെന്ന് അങ്ങയുടെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമായി തീരരുതെന്ന് അങ്ങയുടെ വചനം ഓർപ്പിക്കുന്നു. ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അവൻ കഴിക്കുന്ന ഭക്ഷണമല്ല എന്നും, പകരം അവന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുന്നതാണ് ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നതെന്നും അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കള്ളപ്രവാചകന്റെ വായിൽ നിന്ന് അശുദ്ധാത്മാക്കൾ വെളിയിൽ ഇറങ്ങിയെന്ന് പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വായിലൂടെ ജീവാത്മാവ് വെളിയിലേക്ക് കടന്നു വന്നുവെന്നും യേശു ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞത് ഞങ്ങൾ വചനത്തിൽ കാണുന്നു. ഞങ്ങളുടെ പ്രവർത്തന രീതി നീ വിശ്വസിച്ചുകൊണ്ട് നീ പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് വിശുദ്ധ ബൈബിളിൽ ഞങ്ങൾ കാണുന്നു. പ്രിയ നല്ല പിതാവേ, വീണുപോയ മനുഷ്യപുത്രന്മാരുടെ പ്രവർത്തന രീതിയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പ്രവർത്തന രീതിയിലേക്ക്, ദൈവപുത്രന്മാരുടെ പ്രവർത്തന രീതിയിലേക്ക് അങ്ങ് ഞങ്ങളെ മാറ്റുവാൻ, ആദ്യം ഇതൊന്ന് മനസ്സിലാക്കുവാൻ, തുടർന്ന് ഞങ്ങളെ അങ്ങ് മാറ്റുവാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സ്നേഹം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് ഞങ്ങളും പറയാൻ തക്കവണ്ണം ഒരാത്മിക വളർച്ച ഞങ്ങൾക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദ കാഴ്ച പരിധിയിൽ അങ്ങയുടെ ശബ്ദം എന്നിലൂടെ കേൾക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്ത ജനത്തിനായ സ്തോത്രം. ഞങ്ങളെ പണിതിരിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി നന്ദി. ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹ വിഷയമായി തീരട്ടെ, ഇവരനുഗ്രഹ വിഷയമായി തീരട്ടെ. ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ സ്വന്തം വാക്കുകൊണ്ട് ഉണ്ടായി തീർന്നിരിക്കുന്ന ഉപദ്രവങ്ങൾ, മറ്റുള്ളവർ ഇവരുടെ മേൽ പറഞ്ഞ ശാപവാക്കുകളിലൂടെ കടന്നു വന്നിട്ടുള്ള ഉപദ്രവങ്ങൾ, ഇതെല്ലാം ഇവരുടെ ജീവിതത്തിൽ മാറ്റണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരു ദുഷ്ട പൈശാചിക ശക്തിയും ആ വാക്കുകളിലൂടെ ഇവരെ ചെയ്യുവാൻ അനുവദിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായി ഈ മക്കളെ അങ്ങ് സ്വതന്ത്രമാക്കണമേ. 2023 കണ്ട അടിമത്തങ്ങൾ 2024 ഉണ്ടാകാതിരിപ്പാൻ ജനത്തെ പരിപൂർണമായി അങ്ങ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായി പറഞ്ഞ വാക്കുകളെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രിയ മക്കളെ നിങ്ങൾ മാനസാന്തരപ്പെട്ടാട്ടെ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മക്കളുടെ ജീവിതത്തിൽ
അനധികൃതമായി മക്കളെ ചേസ് ചെയ്യുന്ന എല്ലാ പിശാചിന്റെ ആത്മാക്കളെയും ഈ മക്കളുടെ ജീവിതത്തിൽ, ഇവരുടെ കുടുംബ ജീവിതത്തിൽ, ഇവരുടെ ശാരീരിക ജീവിതത്തിൽ, ഇവരുടെ ഓഫീസ് ബിസിനസ് ജീവിതത്തിൽ പിശാചി നിനക്ക് ഒരവകാശവുമില്ല എന്ന് കൽപ്പിക്കുകയാ. ഇവരെ വിട്ടുമാറുവാൻ കൽപ്പിക്കുകയാ. ഇവരെ വിട്ടുമാറുവാൻ കൽപ്പിക്കുകയാ. ഇവരെ ദൈവത്തിനായി അവകാശം പറയുന്നു. ഒരു നല്ല നാളേക്കായി, ഒരു നല്ല ദൈവരാജ്യ കുടുംബത്തിനായി ഇവരെല്ലാം അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായി മാറട്ടെ. സർവമഹത്വവും ദൈവത്തിന് കൊടുക്കുകയാ. സർവമഹത്വവും ഇതാ സ്വകീയ പിതാവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ കൊടുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ അനുഗ്രഹീതരായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇത്രത്തോളം സമയം ഞങ്ങളോടുകൂടെ ഈ ശുശ്രൂഷയിൽ ട്യൂൺ ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹായവും ഒക്കെ നിങ്ങളോട് കൂട്ടായിരിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ രാത്രി ഇന്ത്യൻ സമയം 10:30 ആരംഭിച്ച് 1:30 അവസാനിക്കുന്നു എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. സാക്ഷ്യം പറയാൻ അവസരം കിട്ടാത്തവർ നേരത്തെ 10:30 തന്നെ സൂമിൽ കയറുന്നവർ 10:30 തന്നെ കയറുമ്പോൾ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. വൈകരുത്, വൈകിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള സമയം കിട്ടുകയില്ല എന്ന് ഓർപ്പിക്കുക. അപ്പോൾ തന്നെ അടുത്ത 1-ാം തീയതി മുതൽ, അതായത് അടുത്ത നാളെ മുതൽ ഇതാ ഈ മാസ റിട്രീറ്റ്, ഈ വർഷം 2024 ആദ്യത്തെ റിട്രീറ്റ് ആണ്. ജനുവരി 1-ാം തീയതി മുതൽ അതിലേക്ക് നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. ആളുകളെ, സോൾസുകളെ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. കാരണം സുവിശേഷം അറിയിച്ചൊരു സോള് ലഭിക്കുന്ന സർവ്വലോകത്തെക്കാളും വലിയതാണ്. അതുകൊണ്ട് അതിൻ്റെ നിർബന്ധം നമ്മുടെ മേൽ കിടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. രാത്രി നമുക്ക് ഒരുമിച്ച് ആ ക്രോസ് ഓവർ മീറ്റിംഗിൽ വെച്ച് പരസ്പരം കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.